അങ്ങനെ വെൽക്കം ബാക്ക് ടു ഒരു മൈൻക്രാഫ്റ്റിൻ്റെ കോപ്പി ഗെയിമാണിത്, ക്രാഫ്റ്റ് വേൾഡ്. അതാണ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത്. വേണ്ടേ? അപ്പം നമ്മൾ നേരെ സ്പോൺ ആയത് വില്ലേജിലാണ്. പിന്നെ നമ്മൾ അയണൊക്കെ എവിടുന്നോ പോയി ഏതോ ഒരു കേവിൽ ചെന്നെടുത്ത്, എന്നിട്ട് ഏതോ ഒരു കേവിൽ ചെന്ന് നമ്മളങ്ങ് എടുത്ത് അപ്പോൾ കാണാം അവിടെ. അപ്പം നമ്മൾ കുറച്ച് ദൂരം നടന്നു പോയപ്പോൾ അപ്പോൾ ഒരു വില്ലേജ് ഉണ്ട്, അവിടെ കയറിയതാണിത്. ഇവിടെ ഒരു ബെഡ് പോയിട്ട് ഒരു ചെസ്റ്റ് പോലും ഇല്ല. അവസാനം ഞാൻ പോയി ക്രിയേറ്റീവ് പോയി ചെസ്റ്റല്ല അവിടെ ഒരു റൂം, ചെസ്റ്റ് റൂം എന്ന് പറഞ്ഞ് എഴുതിയും വെച്ച് ഇമാർക്കും ഒരു കട്ടിൽ പോലില്ല. കട്ടിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ക്രിയേറ്റീവ് പോയെടുത്ത ചെസ്റ്റ് റൂം. ചുമ്മാ പറഞ്ഞാൽ പൊട്ടിക്കുകയാണ്, ആവശ്യമില്ല. അയണ്ട സാധനമെല്ലാം ഉണ്ടല്ലോ ഗൈസ്. ഓ അയൻ്റെ ഇതിനടുത്തൊന്നും ഇത്ര നേരം എടുക്കുമോ? എൻ്റെ കൂടെ ഒരാളുണ്ട്, അവൻ്റെ പേരാണ് നഫി. ഞാനും പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ് റീജൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ കുറേ ഗെയിം കളിക്കും മൈൻക്രാഫ്റ്റിനൊക്കെ. നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു ഇത് നിങ്ങൾക്ക് എടാ അവനെ അങ്ങ് താരിട്ട് അടിച്ച് ഒറ്റ അടി അടിച്ചു. നീ എന്തോ കാണിക്കുവോ? അങ്ങ് മാറി ഇവൻ എന്തോ കാണിക്കൂ ഗൈസ്. പ്രാന്തൻ ഒന്ന് മൂക്കൊക്കെ ഇരിക്കുന്നേ പാവങ്ങളായിരിക്കും. അതെ, പക്ഷെ ട്രേഡിങ്ങുകളൊക്കെ ഇതിനകത്ത് പോയാണ്. എന്നിട്ട് വേണം കുറേ മറകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ. ട്രേഡിംഗ് ഹോൾ എങ്ങനെ പണിയുന്നോ? ഞാൻ പണിതരാം, ഞാൻ നോക്കട്ടെ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അടുത്തൊരു കേവ് ഉണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമുക്കൊന്ന് പോകണം. ഇന്ന് നമ്മൾ ഇറങ്ങും. എടാ ഇതിനകത്തുണ്ടോ? ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ സർവേ തന്നെ പോയി എടുത്തതാണ്. ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ ഇതിനകത്തുണ്ടോ? ഇതിനകത്തൊന്നും ഇല്ല. ആ ഗൈസ്, അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചിട്ട് എന്തുകൊണ്ട് കാണിക്കുന്നത്? അങ്ങനെ കഥ പറഞ്ഞിട്ട് അടച്ച് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആ കേവ് എവിടെ നമ്മൾ കണ്ടേ? എനിക്ക് ഈ വെള്ളത്തിനപ്പുറം, വെള്ളത്തിൻ്റെ വെള്ളം അതിന് തന്തയുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാ കേവിലും തമ്മി മാറിയിട്ടാണ് വരുന്നത്. അത് തന്നെ, ചില കേവിൽ എന്തെങ്കിലും. ഇതാണോ? അയ്യോ അല്ല, ഇതാണ്. ലൈറ്റൊക്കെ എവിടെ ആരാ കയറി? നമ്മൾ കയറിയോ? ഇതൊക്കെ എന്തോടാ? ഡയമണ്ട്, ഗോൾഡ്, കോളടിച്ച് ആദ്യമായിട്ട് ഇങ്ങനൊക്കെ കിട്ടുന്നത്. അങ്ങനെ വൃത്തികരമായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നത്. ഈ ചെറിയ സാധനത്തിന് ഇതൊക്കെയോ? പിന്നെ ഞങ്ങൾ ഈ കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല, ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ഒരു കാര്യം അടുത്ത എപ്പിസോഡൊന്നും ഞങ്ങൾ ഇടത്തില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നെല്ലാവരും ഇന്നത്തെ മൈൻക്രാഫ്റ്റ് 10K ആണ് കൊടുത്തിട്ടുള്ളത്. 10K. കാരണം ഇവിടെ അത്ര ഡയമണ്ട് കൊണ്ട് വേണം, അത്രയും K ആയിരിക്കും. എങ്ങനെയൊക്കെയോ പക്ഷെ ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത്ര ഇങ്ങനെ കൂടിയിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എത്ര പറഞ്ഞാണ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഡയമണ്ടൊക്കെ ഇത് എന്തോ ഇതുണ്ട് കേട്ടോ. ഇവിടെ സ്കെൽട്ടൺ. ഇവിടെ നല്ല നമ്മൾ നേരത്തെ പോയപ്പോൾ സ്കെൽട്ടനെ കണ്ടേ. കുറേ സ്കെൽട്ടൺ ഉണ്ടായിരുന്നു. അത് നോക്കുക. അതായിരുന്നു ഞങ്ങളുടെ ഇവിടെ സോമിയും സ്കെൽട്ടണും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രീപ്പറിനെ കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഓടി വിച്ചിനൊക്കെ കണ്ടപ്പോൾ വിച്ചിനെ വെച്ചപ്പോൾ ഞാൻ ചത്തായിരുന്നു. പിന്നെ പച്ചായിട്ട് കാണും ഒരിക്കലും. എൻജോയ്മെന്റ് എവിടെ ഇടാനുള്ള സാധനങ്ങൾ. ഞാനിത് ആദ്യമായിട്ട് ഏതൊരു സ്വർഗം വന്ന പോലെയാണ് ഞാൻ ഇത് കാണുന്നത്. എൻ്റെ കണ്ണുകൾ ഇന്ന് തുറന്നു നോക്കി. നിനക്കത് കിട്ടുമെന്നൊരു ഇതുമില്ല.
അവിടെ ഇത് യുവമാരെല്ലാം വിട്ടായിരിക്കും ഈ വില്ലേജേഴ്സ് വില്ലേജേഴ്സ് അത്രയ്ക്ക് മുട്ടന്മാരാണ്. പക്ഷെ ഈ വില്ലേജ് പറയല്ല എന്നാലും എനിക്ക് പറയുന്നേക്ക് എന്നാലും ഇത്ര ഇതൊക്കെ ആര് വെക്കാൻ ഇനി ഒന്ന് പറ, ആര് വെക്കൂല? നാളെ ഞങ്ങൾ റാങ്ക് എടുക്കും ഫ്രീ ഫയറിൽ. അപ്പോൾ നാളെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങും. എൻ്റെ യൂട്യൂബ് ചാനൽ അയ്യോ പോടോ. നമുക്ക് ഈ അയൺ കിട്ടിയിട്ട് എന്തോന്നാടാ? അയൺ കിട്ടിയ കുറേ വേഗമുണ്ട്. അയണിൻ്റെ ബ്ലോക്കൊക്കെ കാണും. നല്ല അത്യാവശ്യം വില്ലേജിൽ കൊണ്ട് അങ്ങോത്ര ഫോണാക്കണം. ശരിയാ ഗൈസ്, ഇവൻ്റെ ബുദ്ധി അപാരം ഗൈസ്. ഇവിടെ റെഡൊന്നും ഇല്ലായിരുന്നു. റെഡിൻ്റെ ഉണ്ടായിരുന്നു. നമ്മൾ കയറിയപ്പോൾ ഉണ്ടായിരുന്നു. ഇതൊന്നുണ്ട് അതെവിടോ കാണും. ഇപ്പൊ നമുക്ക് ഇത്ര മതി. നമ്മൾ എൻട്രൻസിൽ ശരി, ഇപ്പൊ നമുക്ക് ഇത്ര മതി. ഇത്രയും പോയി വേറെ ഒന്നും ഇല്ലല്ലോ. എടിയായിരുന്നൂടെ അവിടെ എന്തെല്ലാം ഉണ്ടോ? ആ എന്തു കിടക്കുന്നേ? എല്ലാത്തിലും ഇല്ലെങ്കിൽ ഗൈസ് ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടിയതാ. ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ റെഡും ഉണ്ട്. വെള്ളത്തിൽ കൈ അങ്ങനെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ നമ്മളങ്ങനെ വെള്ളത്തിൽ കൂടി വന്നു. എന്നാലും അത് പോയി. അയ്യോ റെഡ് നമ്മൾ എടുത്തായിരുന്നില്ലേ? എടുത്ത് മൊത്തം എടുത്ത്. അപ്പൊ ഇനിയും ഇതെല്ലാം ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കാൻ പോകണം നമ്മൾ. തേങ്ങ എന്താ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ശരിയാ. നമ്മൾ നമ്മൾ വിച്ചിൻ്റെ സാധനം എടുത്തായിരുന്നു കേട്ടോ. വിച്ചിൻ്റെ മറ്റേ സാധനം എടുത്തായിരുന്നു ഗൈസ്. വിച്ചിൻ്റെ വീട് പോലെ നമ്മൾ ഉണ്ടാക്കി. അതെല്ലാം വന്ന് ഒരു 6 ക്രീപ്പർ നമ്മുടെ വീട്ടിൽ നിന്ന് കയറി. ആ സാധനം എല്ലാം കൂടെ വന്ന് പൊട്ടിച്ച് ഉണ്ടായിരുന്നു. ഇവന്മാരൊക്കെ എന്ത് പൊട്ടന്മാരാ. നല്ലമാരാ അവന്മാരല്ല. അമറാട് എല്ലാം വെച്ചാ പിന്നെ നീ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അവന്മാരല്ലേ ഇത് നമ്മൾ പൊട്ടിച്ചല്ലേ? അതിനകത്ത് സാധനം വെക്കണം. ആക്സം കൊണ്ട് പൊട്ടിക്കാം. ഇവിടെ ഇതൊക്കെ ഇത്ര കിട്ടിക്കുന്നു. എന്തോ മോയെ ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കാം. എമറാൾഡിന്റെ ടൂൾസ് ഉണ്ടാക്കും ഗൈസ്. എമറാൾഡിന്റെ ടൂൾസ് ഇല്ല. ഉണ്ട് ഗൈസ്. ചുമ്മാ എമറാൾഡിന്റെ ടൂൾസ് പോലും ഇല്ല. ഡയമണ്ട് ഒരു മിനിറ്റ്. ഇവിടെ ക്രാഫ്റ്റിൻ്റെ മരം വെട്ടണ്ടേ? ആദ്യമേ പോയി മരം അങ്ങ് വെട്ടിയാലോ? വേണ്ട ഞാൻ ഇരിക്കുന്നു മരം. അതാണ് വില്ലേജിൻ്റെ ഉപയോഗം. എന്ത് സാധനം വേണമെങ്കിൽ വില്ലേജിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തുവാ. കാരണം ഇതിനകത്ത് ഡ്രാഗനെ കണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ ഇന്നേരം എൻപോർട്ടിൽ ഇന്നത് ഉണ്ടാക്കിയിട്ടില്ല. ഇന്നത് എൻപോർട്ടിൽ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല. മതിയായിരിക്കില്ലേ? സാധാരണ നമ്മൾ 5 എണ്ണം വെച്ച് എടുക്കുന്നു.
അതൊന്നും കുഴപ്പമില്ല. ഇവിടെ നിൽക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ ഫർണസ് വേണം, അതിന് കൊബിൾ സ്റ്റോൺ ഉണ്ട്. നമ്മൾ ഡയമണ്ടിൻ്റെ ടൂൾസ് ഉണ്ടാക്കുന്നത്. ഡയമണ്ട് ആറാ ഗൈസ്. നമ്മൾക്ക് കോൾ അടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് അവനെ ഞോണ്ടാൻ പറ്റും. അവൻ വലിയ പറ